വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ വൈൽ ലൂപ്പ് ഒന്ന് ജസ്റ്റ് പഠിച്ചു തുടങ്ങി, വൈൽ ലൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലംസ്, ചില എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ രീതിയിൽ ഉള്ള എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ S1, S2, S3, S4, S5, S6 അങ്ങനെ സീക്വൻഷ്യലായിട്ടാണ് പോകാൻ. ഒരു വൈൽ ലൂപ്പ് വരികയാണെങ്കിൽ ഈ ബ്ലോക്ക് ഇവിടെ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ഈ ബ്ലോക്ക് S4, S5, S6 ആവർത്തിക്കപ്പെടും. എങ്ങനെയാണ് ആവർത്തനം ഉണ്ടാവുന്നത്? ഈ കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ വന്ന് കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ ഫോൾസ് ആവുന്നത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരും. പിന്നെ S7, S8 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു ഭയങ്കരമായൊരു ഡേഞ്ചർ സംഭവിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരു ഇൻറ്റിജർ വല്ലതും ആണെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ആദ്യം ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സംഭവം, ഉദാഹരണത്തിന് കണ്ടീഷൻ എന്ന് പറയുന്നത് i<5 ആണ്. ഇതാണ് കണ്ടീഷനെങ്കിൽ ഐക്ക് മാറ്റമില്ല എങ്കിൽ ഇത് എപ്പോഴും ഈ ലൂപ്പ് ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. നമുക്കപ്പോൾ ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യാം. ഒരു ആവശ്യമുള്ള റൈറ്റ് എ പ്രോഗ്രാം ടു ജനറേറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ രീതിയിൽ ഒരു ടേബിൾ ഉണ്ടാക്കണം. 1 മുതൽ 1, 10, 2, 20, 3, 30, 4, 40 അങ്ങനെ 10, 100 വരെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റിപ്പിറ്റേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവിടെ എന്താണ് റിപ്പിറ്റേഷൻ ഉണ്ട്. 1, 10, പിന്നെ അതെന്താവുന്നു 2, 20 ആവുന്നു, 3, 30 ആവുന്നു, 4, 40, 5, 50 അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ നമുക്കിത് ലൂപ്പ് ഉപയോഗിക്കാനുള്ള നല്ലൊരു എക്സാമ്പിളാണ്. അപ്പം നമുക്ക് എന്ത് വേണം? ഇതിന് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ടർ വേണം. അപ്പം കൗണ്ടർ വേണം. അപ്പം നമുക്കത് എഴുതി തുടങ്ങാം. ആദ്യം ഒരു കൗണ്ടർ വേണം. എന്ന് വിളിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അതിൻ്റെ കറക്റ്റ് പേര് തന്നെ വിളിക്കാം, കൗണ്ടർ. അല്ല I ആയാലും മതി. I=1 എന്നല്ലേ തുടങ്ങുന്ന. I=1. പിന്നെന്തുണ്ട്? ലൂപ്പിൻ്റെ പുറത്ത് ഇതൊരു പ്രാവശ്യമല്ലേ ഉള്ളൂ. ബിഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് ലൂപ്പിൽ കയറുന്നതിന് മുമ്പ് വേണം അത് വേണ്ടുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. പ്രിൻറ്റ് 3x അല്ലേ, പിന്നെ ഒരു സ്പേസ് ബിഗിൻ, പിന്നെ 3x. പിന്നെന്താണ്? 10 വരെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കണം? വൈൽ 10 കൂടെ പ്രിൻ്റ് ചെയ്യണം. i< എന്ന് കൊടുക്കാം, <10 എന്ന് കൊടുക്കാം. ബ്രാക്കറ്റ് ഇടാം, ഇടാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ബ്രാക്കറ്റ് ഇടൽ നിർബന്ധമല്ല. ഇനി എന്ത് ചെയ്യണം? പ്രിൻറ്റ്. എനിക്കെന്താ വേണ്ടത്? ഐയും വേണം. 1, 10, 2, 20. അപ്പോൾ I വേണം. പിന്നെ എന്ത് വേണം? ഒരു സ്പേസ് വേണം. പിന്നെ അത് കഴിഞ്ഞ് 10 × I വേണം. പിന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും I അപ്ഡേറ്റ് ചെയ്യണം. I അടുത്ത പ്രാവശ്യം എന്താവണം? I = I + പിന്നെന്താണ്? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആദ്യം I1, പിന്നെ എന്ത് സംഭവിക്കും? ഈ ലൈന് പ്രിൻ്റ് ചെയ്യപ്പെടും. ഈ ലൈൻ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് I എത്രയാണ്? I1 ആണ്. 1 < 10 ആണ്. <= 10 ആണ്. അപ്പോൾ 1ഉം 10ഉം പ്രിൻ്റ് ചെയ്യും. പിന്നെ I എത്രയായി? I2 ആയി. പിന്നെന്ത് വന്നു? I2 ആയി കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. 2ഉം 20ഉം പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്താവും? ഇവിടെ വരുമ്പോൾ I3 ആവും. 3ഉം 30ഉം പ്രിൻ്റ് ചെയ്യും. പിന്നെ അങ്ങനെ ആയിട്ടത് 10 ആകും. I 10 ആയി കഴിഞ്ഞ് ഇവിടെ എന്താണ് ചെക്ക് ചെയ്യുമ്പം ട്രൂ ആണ്. I <= 10 ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോഴൊന്നുകൂടെ ലൂപ്പിൻ്റെ അകത്ത് കയറും. 10ഉം 100ഉം പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്താവും? I 11 ആവും. 11 ആവുമ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആവും. ലൂപ്പിൽ നിന്ന് വെളിയിലേക്ക് വരും. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉത്തരം കിട്ടി. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ഇതുമായിട്ട് സാമ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം.
ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ച് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാകും, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ തരും. അതപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ എനിക്ക് 1:10 കഴിഞ്ഞിട്ട് 2:20 വേണ്ട, 3:30 മതി. അത് കഴിഞ്ഞ് 5:50 മതി. അവസാനം എന്ത് മതി, 9:90 മതി. ഒന്ന് ഇടവിട്ടിട്ട് മതി. അതും എന്തിൽ പറ്റും, നമുക്ക് വൈൽ ലൂപ്പിൽ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൂപ്പിൻ്റെ വെളിയിൽ ഒരു സാധനം കൂടെ കൊണ്ടുവരാം, ഇങ്ങനെയും കൂടെ വേണം. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ചോദ്യം. അപ്പം നേരത്തെ അതേ പ്രോഗ്രാം തന്നെ, പക്ഷെ ഇവിടെ എന്താണ് വേണ്ടത്, നമുക്ക് ചെയ്യാം. നേരത്തെ പ്രോഗ്രാം നമുക്ക് കോപ്പി ചെയ്യാം. അത് കോപ്പി ചെയ്തു. എന്നിട്ട് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ കാര്യങ്ങൾ പറയുക. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ തൊട്ടടിയിൽ വന്ന് അവിടെ ഒന്ന് പ്ലസ് കൊടുക്കുക, അത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 1 കഴിഞ്ഞാൽ പിന്നെ 2 ആണ് അല്ലേ. ആദ്യം 110 പ്രിൻ്റ് ചെയ്യും, പിന്നെ എന്താണ്, i 2 ആകും. 2 ആകുമ്പോൾ 220 പ്രിൻ്റ് ചെയ്യും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് 110 കഴിഞ്ഞാൽ പിന്നെ 330 ആണ് വേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, ഞാൻ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ആലോചിച്ചു. ഓക്കെ. അപ്പോൾ i നമ്മൾ എപ്പോഴും 1 വെച്ച് തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യണമെന്നില്ല, 2 വെച്ച് ഇൻക്രിമെൻറ്റ്. അപ്പോൾ ആദ്യത്തെ വില i 1 ആണ്, പിറ്റത്തെ പ്രാവശ്യം i എത്രയാവും, 3 ആവും, പിറ്റത്തെ പ്രാവശ്യം i 5 ആകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, ഇത് റൺ ചെയ്ത് നോക്കാം. ഇത് പൂർണ്ണമല്ല നമ്മൾ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ടിന് അടുത്ത് വരെ എത്തി, 9:90 വരെ ഉണ്ട്. പക്ഷേ എന്ത് വേണം, നമുക്ക് ഇങ്ങനൊരു സൂത്രം കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലൂപ്പിൻ്റെ വെളിയിൽ എന്ത് വേണം, പ്രിൻ്റ്. അപ്പോൾ ഞാൻ വൈൽ ലൂപ്പിൻ്റെ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ആദ്യം i 1 ആണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഔട്ട്പുട്ട് പഴയ ഔട്ട്പുട്ടല്ല, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രക്രിയയുണ്ട്. ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ സെല്ല് സെലക്ട് ചെയ്യാൻ, കറണ്ട് ഔട്ട്പുട്ട് അത് വേണം നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഔട്ട്പുട്ട് പോയി. ഇപ്പോൾ ആദ്യം i എത്രയാണ്, 1 ആണ്. അപ്പോൾ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. 1ഉം 10ഉം പ്രിൻ്റ് ചെയ്യും. പിന്നെ i എത്രയാവും, i 3 ആവും. 3 30 പ്രിൻ്റ് ചെയ്യും. പിന്നെ അവസാനം 9 90 പ്രിൻ്റ് ചെയ്യും. പിന്നെ i എത്രയാവും, 11 ആവും. 11 ആവുമ്പം ഇതെന്തായി, ഇത് ഫാൾസ് ആണ്. അതുകൊണ്ട് ലൂപ്പിൻ്റെ വെളിയിൽ വരും. ലൂപ്പിൻ്റെ വെളിയിൽ വരുമ്പോൾ എന്തുണ്ട്, ഈ പ്രിൻ്റ് ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പ്രതീക്ഷിച്ച അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടി. ഇനി പറയുന്നത് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. റൈറ്റ് എ കോഡ് ടു സം ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n 10 ആണെങ്കിൽ, n 5 ആണെങ്കിൽ പറയാം. n 5 ആണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് എന്താണ്, 1 + 2 + 3 + 4 + 5. n പിന്നെ 10 ആണെങ്കിൽ 1 + 2 + 3 + up to n. അപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനിവിടെ കൊടുക്കാം. 1 + 2 + സം ഓഫ് 3 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 + 2 + 3 6 വരും. അതേ സമയത്ത് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n വരെ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതും എന്നുള്ളതാണ് കോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം, പിന്നെ കൗണ്ടർ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രോഗ്രാം എഴുതുമ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ് വേണ്ടുന്നത്, നമുക്ക് സമ്മ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സമ്മിനെ 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യും. പിന്നെ നമുക്ക് കൗണ്ടറുണ്ട്, അതിനെ i എന്ന് വിളിക്കുന്നു. i = 1 എന്ന് കൊടുത്തു. വൈൽ ഇത് എത്ര പ്രാവശ്യം ആവർത്തിക്കണം, n 5 ആണെങ്കിൽ 3 ആണെങ്കിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കണം, 1 + 2 + 3 3 പ്രാവശ്യം ആവർത്തിക്കണം. 5 ആണെങ്കിൽ 5 പ്രാവശ്യം ആവർത്തിക്കണം. അപ്പോൾ n ആണെങ്കിൽ നമ്മൾ n പ്രാവശ്യം ആവർത്തിക്കണം.
അപ്പോൾ എന്ത് കൊടുക്കാൻ? I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സം എത്രയാണ്? സം പ്ലസ് സം ഈസ് ഈക്വൽ ടു സം പ്ലസ്. മതിയോ? ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഒരു മിനിറ്റ് പോസ് ചെയ്യാം, നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ എപ്പോഴും I എത്രയാണ്? 1 തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് ലൂപ്പിൽ നിന്ന് വെളിയിൽ വരത്തില്ല. I ഈസ് ഈക്വൽ ടു I പ്ലസ് 1. ഇനിയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക്? എന്നിന് വില കൊടുത്തിട്ടില്ല. അപ്പോൾ എന്നിന് നമുക്ക് എന്ത് കൊടുക്കാം? എന്നിന് വേണമെങ്കിൽ ആദ്യം 5 കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്യാം. സമ്മ് 0 ആണ്, I 1 ആണ്, n 5 ആണ്. ഇതിനെയൊക്കെ പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയും പ്രോഗ്രാമിങ്ങിൽ. നിങ്ങളിനി ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയ കോഡൊക്കെ എഴുതാൻ തുടങ്ങും. ഇപ്പോൾ ഏത് കോഡിൻ്റെയും തുടക്കത്തിൽ എന്തുണ്ടാവും? ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ സമ്മ് 0 ആക്കി, I 1 ആക്കി, n 5 ആക്കി. അപ്പോൾ ആദ്യം I എത്രയാണ്? 1 ആണ്. 1 എന്നിനേക്കാളും കുറവാണ്. അതുകൊണ്ട് സമ്മ് എത്രയാണ്? സമ്മ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 1. ആദ്യം എന്തായി? ആദ്യത്തെ പ്രാവശ്യം സമ്മ് 0 പ്ലസ് 1 ആയി. പിന്നെന്താവും? I എത്രയാവും? I എത്രയായി? I 2 ആയി. I 2 ആയി കഴിയുമ്പോൾ സമ്മ് എന്താവും? പിന്നെ സമ്മ് ഈസ് ഈക്വൽ ടു 2 5-നേക്കാളും കുറവാണ്. സമ്മ് ഈസ് ഈക്വൽ ടു എന്താണ്? സം പ്ലസ് I എന്നല്ലേ? സം പ്ലസ് I എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമ്മ് എത്രയാണ്? 1. 1 പ്ലസ് I. 1 പ്ലസ് I എന്ന് പറയുന്നത് 1 പ്ലസ് 2. അപ്പോൾ സമ്മ് എത്രയായി? ഇപ്പം 3 ആയി. ഇനി എന്താവും? പിന്നെ സമ്മ് ഈസ് ഈക്വൽ ടു സം പ്ലസ് I. സം പ്ലസ് I. സമ്മ് എത്രയാണ്? 3 പ്ലസ് I. I എത്രയാണ്? 3. ഇപ്പോൾ 3 പ്ലസ് 3 ഇപ്പോൾ സമ്മ് എത്രയായി? 6 ആയി. 6 ആയി കഴിഞ്ഞിട്ട് I എത്രയാവും? ഇവിടെ I വിൽ ബിക്കം 4. അപ്പോൾ ഇനി സമ്മ് എന്താവും? സമ്മ് ഇപ്പം 6 ആണ്. സമ്മ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് I അല്ലേ? 4. ഇപ്പോൾ സമ്മ് അപ്പം എത്രയായി? 10 ആയി. ഇനി എന്താവും? I എത്രയായി? I 5 ആയി. ഇനി അപ്പോൾ പിന്നെ സമ്മ് എന്താണ്? സമ്മ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 5. ഇനിയിപ്പോൾ ഇവിടെ I എത്രയാവും? I 6 ആവും. 6 ആകുമ്പോൾ 6 5-നേക്കാളും കുറവാണോ അല്ലെങ്കിൽ സമമാണോ? അല്ല. അതുകൊണ്ട് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കമൻ്റായിട്ട് എഴുതിയാണ്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം. നമുക്കിത് തന്നെ റൺ ചെയ്ത് നോക്കാം. 15 കിട്ടി. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കണം, എന്നാലേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ലൂപ്പിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? ഐയും സമ്മും പ്രിൻ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ചൊന്ന് നോക്കാം. നിങ്ങൾ ഒരു 10 സെക്കൻഡ് നിങ്ങളിത് വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. സ്വന്തത്തിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു പേപ്പറും പെന്നും എടുത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്ന് എഴുതണം. ഓക്കെ, നിങ്ങൾ ഔട്ട്പുട്ട് എഴുതിയെന്ന് വിചാരിച്ച് നമുക്ക് ഒന്നിച്ച് എഴുതാം. ആദ്യം സമ്മ് എന്താകും? സമ്മ് 1 ആണ്. സമ്മ് ആദ്യം 0 ആണ്. ഇവിടെ വന്നപ്പോൾ സമ്മ് എത്രയായി? 1 ആയി. ഐ എത്രയായി?
2 അപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രിൻ്റ് വരുന്നത് 2, 1 എന്ന് വരും. പിന്നെ എന്താവും? സമ്മ് 3 ആവും അല്ലേ? 3, i എത്രയായി? അല്ല i എത്രയായി? 3 ആയി. സമ്മും എത്രയായി? 3 ആയി. അത് കഴിയുമ്പം i എത്രയാവും? i 4 ആവും. സമ്മ് എത്രയാവും? 3 + 4 അല്ല 3 + 3 6 ആവും. പിന്നെന്താവും? i എത്രയായി? 5 ആയി. സമ്മ് എത്രയായി? 10 ആയി. ഇനി എന്ത് സംഭവിക്കും? i എത്രയായി? 6 ആയി. i 6 അല്ല i 5 ആണ്. 5 = 5 ആണ്. അതുകൊണ്ട് സമ്മ് എത്രയാവും? സമ്മ് 15 ആവും. i ഇപ്പം എത്രയാവും? 6 ആകും. അപ്പോൾ i 6 ആയിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്താവും? ലൂപ്പിൽ നിന്ന് വെളിയിലേക്ക് ചാടും. വെളിയിൽ ചാടി കഴിയുമ്പം നമ്മൾ പ്രിൻറ്റ് ഫൈനൽ സം എത്രയാണ്? 15. നമുക്ക് നോക്കാം. ഫൈനൽ സം 15 എന്ന് പറഞ്ഞ് എഴുതി വരും. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. 2 1 3 3 4 6 5 10 6 15. ഫൈനൽ സം ഇസ് 15. ക്ലിയർ അല്ലേ? So that's all in this section.